ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കുറുക്ക് കാളനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ചേന എടുത്തിട്ട് അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ കായും ഇതേപോലെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ കായ എടുത്തിട്ടില്ല, ചേനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചേന വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം, അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, കുറച്ച് മുളക് പൊടി കേട്ടോ. അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായി വേവിക്കുക. ഉടയണ്ട, നന്നായി വെന്താൽ മതി കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ ചേന ചൊറിയും കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു പിടി തേങ്ങ, അതിലേക്ക് ജീരകം, ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ ചേർക്കണത് കുരുമുളകിന് പകരം കുരുമുളകിൻ്റെ പൗഡറാണ് കേട്ടോ ചേർക്കണത്. ഇത് ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. വെണ്ണ പോലെ അരച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ വരിക കേട്ടോ. സ്പൂൺ വെച്ചൊന്ന് അമർത്തി നോക്കുമ്പോൾ ചേനയുടെ വേവ് നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ രണ്ടായി പോവും. അപ്പോൾ ചേന വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെന്ത് വന്നിട്ടുള്ള ഈ ചേനയിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അരപ്പൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി എത്തുമ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ട തൈരാണ്. അപ്പോൾ കട്ട തൈര് ഉടച്ച് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം അധികം വേവിക്കണ്ട കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുക കേട്ടോ. ഇത് ചൂട് കുറയും തോറും നല്ല കുറുകി വരും കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതേപോലെ ഉലുവ, കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഞാനിവിടെ ഇട്ടിട്ടില്ല, എന്നിവ പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള കുറുക്ക് കാളനിക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാളനിലൊക്കെ തൈര് ചേർക്കുന്നത് കാരണം 2-3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ ഇരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കുറുക്ക് കാളൻ ഉണ്ടാക്കി ഇത്രയും സിമ്പിളാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.